ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച പോലെ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ വളരെ സന്തോഷമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ നമുക്ക് കേൾപ്പാനായിട്ടിടയായി തീർന്നു. ഈ വെളിപ്പാട് പുസ്തകം അനേകർ ശ്രദ്ധിക്കുന്നുണ്ട്. സ്തോത്രം. പലരും ഇന്നും ഞങ്ങളുടെ സ്കൂളിലെ ഒരു 50 വർഷത്തിൻ്റെ ഒരു കൂടിവരവായിരുന്നു, ഗെറ്റ് ടുഗദർ. അവിടെയും ചിലർ പറഞ്ഞു വെളിപ്പാട് പുസ്തകം കേൾക്കുന്നുണ്ടെന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ അതൊരു അനുഗ്രഹമാണ്, അനേകർ ശ്രദ്ധിക്കുന്നുണ്ട്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 14-ാമത്തെ വാക്യം. നീ കൊതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി, സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്ക് ഇല്ലാതെയായി, നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല. ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്ത് നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 14-മുള്ള വാക്യങ്ങളാണ്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ കൊതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി, സ്വാദും ശോഭയുള്ളതെല്ലാം നിനക്ക് ഇല്ലാതെയായി, നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല. മുകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾ വരെ അവിടെ ചെല്ലും. ഏലം, ആനക്കൊമ്പ്, ലവംഗം എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ചെല്ലും. അവിടുന്ന് ഒരു വ്യാപാരമുണ്ട്. മാനുഷിക ദേഹമുണ്ട് വ്യാപാരം, മാനുഷിക പ്രാണനുണ്ട് വ്യാപാരം. ഞാൻ ഇവിടെ നിന്ന് ചിന്തിച്ചു, മാനുഷിക ദേഹം മനുഷ്യനെ വയ്ക്കുന്നതാണ്. മാനുഷിക പ്രാണൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളുടെ ഒരു കാലമാണ്. അപ്പനോ അമ്മയ്ക്കോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കുഴപ്പമുണ്ടെങ്കിൽ അപ്പനും അമ്മയും വേണ്ട, മാനുഷിക പ്രാണൻ ടെസ്റ്റ് ട്യൂബിലാക്കി വേറൊരു അപ്പൻ്റെയും അമ്മയുടെയും ആക്കി എന്നിട്ട് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ വെച്ച് അവിടുന്ന് ജീവിച്ചോളും. അപ്പം അത് പ്രാണനാണ്. അങ്ങനെയും സയൻസ് വികസിച്ചിരിക്കുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഈ സമയത്ത് നടക്കും, ഈ സമയത്ത് നടക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവർക്കും ലോകാവസാനത്തെക്കുറിച്ചൊരു പേടിയുണ്ട് കേട്ടോ. ഇത് ഞാനൊരു വാർത്ത കേട്ടു. നമ്മുടെ ഈ പോപ്പ് കഴിഞ്ഞ് അടുത്ത പോപ്പ് പീറ്റർ എന്ന് പറയുന്ന ഒരു പേര് കൂട്ടിയുള്ളതായിരിക്കും. അദ്ദേഹത്തിൻ്റെ കാലത്ത് ലോകാവസാനം ഉണ്ടാകുമെന്ന് 700 വർഷം മുമ്പ് പ്രവചിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്ത. അതിനിടയിൽ ഏതായാലും വാർത്തക്കാർ ഒരു കാര്യം പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ആ സമയത്തുണ്ടാകുമെന്നാണ് അയാൾ പ്രവചിച്ചേക്കുന്നതെന്ന് പറയാനിടയായി. അപ്പം ഞാനതൊന്നൊന്ന് ഷെയർ ചെയ്ത് വിട്ടായിരുന്നു ഫേസ്ബുക്കിൽ. കാരണം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ആര് പറഞ്ഞോ, സമയവും നാളും നാഴികയും ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. പക്ഷേ അതാണ് നമ്മുടെ പ്രത്യാശ, വേറെ ഒന്നുമല്ല പ്രത്യാശ. വേറെ ഒന്നുമല്ല പ്രത്യാശ, നമ്മുടെ കർത്താവിൻ്റെ വരവാണ്. അപ്പം അതിനു മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ, ഇത് കർത്താവിൻ്റെ വരവിന് ശേഷം സംഭവിക്കുന്ന, മധ്യാകാശത്തിലെ വരവിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സാധും ശോഭയെന്ന് പറയുന്നത് ജഡമോഹത്തെയും കൺമോഹത്തെയും കാണുന്നതാണ്. ജഡമോഹത്തെയും കൺമോഹത്തെയും കുറിക്കുന്നൊരു കാര്യമാണ്. ജഡമോഹവും കൺമോഹവുമാണ് ഇന്ന് മനുഷ്യനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നിന്നു പോകും. കാരണം പാപം പെരുകുന്ന അതുകൊണ്ടാണ്. ജഡമോഹവും കൺമോഹവും അങ്ങനെയുള്ള കാര്യങ്ങൾ അത് എല്ലാം ഇല്ലാതെ വരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ വ്യാപാരം ചെയ്യുന്ന ആളുകൾ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 15 വായിച്ചമോളെ. ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട്. ഈ വക വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്ത് നിന്നെന്ന് പീഡ ഭയപ്പെട്ട്. അപ്പം നമ്മൾ വിചാരിക്കും എന്താ പീഡാന്ന്. ഇന്ന് ഞാൻ വായിച്ചു, ന്യൂസ് പോലെ കേട്ടു, പാകിസ്ഥാൻ്റെ സൈന്യാധിപൻ്റെ മക്കളെ അദ്ദേഹം UK കടത്തി. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തിരിച്ചടി അവിടെ ആ ഭീകരാക്രമണത്തെ ചൊല്ലി തിരിച്ചടി ഉണ്ടാകുമെന്ന് ഒരു ഭയം അദ്ദേഹത്തിന് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളെ എന്ത് ചെയ്തു, UK കടത്താനിടയായി. കാരണം ഭയം. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം കണ്ട് അവളുമായിട്ട് ബിസിനസ് ചെയ്ത, ബാബിലോണുമായിട്ട് ബിസിനസ് ചെയ്ത ആളുകളെല്ലാം ദൂരത്ത് നിന്ന് ഭയപ്പെട്ട് നിൽക്കുക.
ദൂരത്ത് നിന്ന് ഭയപ്പെടുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്താ ചെയ്യാൻ കഴിയുന്നത്? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ചില അപകടങ്ങളിൽ ആർക്കും ഒന്നും ചെയ്യാൻ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. അവർ ദൂരത്ത് നിൽക്കുക. സ്തോത്രം. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ദൈവജനത്തെ, നമ്മൾ താഴോട്ട് പഠിക്കുമ്പോൾ അറിയാം, ദൈവജനത്തെ ഉപദ്രവിക്കുകയും ദൈവജനത്തിന് ഒത്തിരി ദോഷം ചെയ്യുകയും ചെയ്തതിൻ്റെ ന്യായവിധിയാണ് അവർക്കുണ്ടാകാനിടയായത്. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ദൈവജനത്തിന് ചെയ്ത ആ പീഡകൾ, അതാണ് ന്യായവിധിയാകാൻ കാരണം. താഴോട്ട് വായിച്ചോളെ. ദൂരത്ത് നിന്ന് അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണ്ണവും, വീണ്ടും പറയാം, നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടുംചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ. ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, എത്ര വലുതാണേലും നശിക്കാൻ അധികം സമയം വേണ്ട. ദൈവം കൽപ്പിച്ചാൽ നശിക്കാൻ ഒട്ടും സമയം വേണ്ട. ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്തു? നശിച്ചു പോയി. ദൈവത്തിൻ്റെ തീ ഇറങ്ങിയപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് അത് നശിച്ചു പോയി. അടുത്തത് എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും ഏതു മാലൂമിയും, ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കണ്ട്, കടലിൽ കാണുന്ന എല്ലാവരും, ദൂരെ മാലൂമി എന്ന് പറഞ്ഞാൽ കപ്പലുടമകളെയാ പറയുന്നത്. ഈ വ്യാപാരം ചെയ്യുന്ന ആളുകളെല്ലാം ദൂരത്ത് നിന്ന് അവളുടെ പുക കാണും. എന്ന് വെച്ചാൽ ഇത് കത്തി നശിക്കുന്നത് കാണുവാനിടയായിത്തീരും. ബാബേലിൻ്റെ നാശം. നമ്മളിപ്പോൾ വെളിപ്പാട് പുസ്തകം കണ്ടിന്യൂസ് ആയി പോകുന്നതുകൊണ്ടാണ് ഈ ഭാഗം വായിച്ചുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ അബ്രഹാം ഒരിക്കൽ ലോത്ത് സോദോം ഗോമറ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൂതന്മാർ അവൻ്റെ അടുക്കൽ വന്നിട്ട് അങ്ങോട്ട് പോയി. അബ്രഹാം മധ്യസ്ഥ ചെയ്യുക, കർത്താവേ 50 നീതിമാന്മാരുണ്ട്, നശിപ്പിക്കരുതേ. അവസാനം 10 നീതിമാന്മാർ ഉണ്ടായി. അപ്പോൾ 10 നീതിമാന്മാർ ഇല്ലാതിരുന്നത് കൊണ്ട് ആ ദേശം ദൈവം നശിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 27-28 വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 27-28 വായിക്കുമ്പോൾ അബ്രഹാം ദൂരത്ത് നിന്നൊന്ന് വായിച്ച മോളെ. അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു സോദോമിനും ഗൊമോറായിക്കും ആ ദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി. ദേശത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങുന്നത് അബ്രഹാം ദൂരെ നിന്ന് കാണുക. ദേശത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൂരത്ത് നിന്ന്. ഞാൻ ട്രെയിനിൽ വന്ന് ഇപ്പോൾ തൃപ്പൂണിത്തുറ ഇറങ്ങി പല പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട് ഇത് രാവിലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ തൃപ്പൂണിത്തുറ ആയെന്നുള്ളത് അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റിഫൈനറിയിലെ പുക മുകളിലോട്ട് ആ തീ നമുക്ക് ദൂരെ നിന്ന് കാണാം. അപ്പോൾ ഏകദേശം വെളുപ്പാങ്കാലത്തൊക്കെ ആണെങ്കിൽ സ്ഥലം അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ അറിയാം, ദൂരത്ത് നിന്ന് ഇത് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ ഈ സോദോം ഗൊമോറയുടെ പുക മുകളിലേക്ക് പൊങ്ങുന്നത് അബ്രഹാം ദൂരത്ത് നിന്ന് കണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഈ അബ്രഹാമും ലോത്തും കൂടെ ചേർന്ന് ഇറങ്ങിത്തിരിച്ചതാ. അവരുടെ ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. ഒന്നിനും അവൻ കടിച്ചു തൂങ്ങാൻ നിന്നില്ല. അബ്രഹാം തലപൊക്കി നോക്കി, ലോത്ത് തലപൊക്കി നോക്കിയപ്പോൾ സോദോം ഗൊമോറ സ്ഥലം നീരോട്ടമുള്ള സ്ഥലമെന്ന് കണ്ടു. അവൻ ഇഷ്ടപ്പെട്ടു, അവനത് തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ആ നീരോട്ടമുള്ള സ്ഥലം അവന് പ്രയാസത്തിന് കാരണമായി. നമ്മുടെ ജീവിതത്തിൽ ചില നന്മകൾ, നമ്മൾ ഒന്നുമില്ലേലും ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റും. ഒന്നും വേണ്ട, ഒന്നുമില്ലേലും നമുക്ക് ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ പാസ്റ്റർമാരുടെയൊക്കെ സ്ഥലമാറ്റത്തിൻ്റെ സമയമാണ്. സ്ഥലമാറ്റത്തിന് മുമ്പ് തന്നെ ആളുകൾ സഭ ഒറ്റുനോക്കാൻ വരാറുണ്ട്. നല്ല സഭയാണെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കും. ചിലർ വരാമെന്ന് പറയും, വരത്തില്ല. അവർ വേറെ ഏതെങ്കിലും നല്ല സഭ കണ്ടുവിട്ടും. എന്നാൽ വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ, സ്തോത്രം, അവരെ അങ്ങ് നടത്തും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അമ്മ വന്നപ്പോഴാണ്, കൈനീ ചെന്നപ്പോൾ പറഞ്ഞു, അതിൻ്റെ ഇപ്പുറത്തെ വീട്ടിലെ ആളുകൾ വിശ്വാസികളായിരുന്നു. അച്ചായൻ കുമ്പനാട് കൺവെൻഷന് പോയപ്പോൾ അമ്മയോട് പറഞ്ഞു, പിള്ളേരെ പട്ടിണിക്കിടരുത്, ഞാൻ വരുമ്പോൾ കാശ് കൊടുക്കാം, നീ ഒരു 2 കിലോ അരി ആ വീട്ടിൽ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു.
എന്നുവെച്ചാൽ വിശ്വാസി ഒരു അപ്പാപ്പനാണ്, ഇവരിവിടെ വന്ന് താമസിക്കുന്നതാണ്. അമ്മ അരിക്ക് ചെന്നു. അരിക്ക് ചെന്നപ്പോഴേ അപ്പാപ്പൻ ചോദിച്ചു കാശുണ്ടോ എന്ന്. ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ അരി ഇല്ലെന്ന് പറഞ്ഞു. വിശ്വാസി മൂപ്പനാന്ന് ഓർക്കണം, അവിടുത്തെ സഭയിലെ മൂപ്പൻ. അപ്പോൾ ഇന്നലെ അതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഓർത്തു, നമ്മൾ ഈ പീഡയെ കൂടെ ഒന്നും പോയില്ല. സത്യം പറഞ്ഞാൽ ആ കുടുംബം ഇന്ന് അവിടെ ഇല്ല. വേറൊരു കുടുംബമാണ് അവിടെ. ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി അവിടെ കയറാനിടയായി. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പാസ്റ്ററുടെ കുഞ്ഞുങ്ങളാരും പട്ടിണി കിടക്കുന്നില്ല, അവരവിടെ ഇല്ലാതായി. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. ഇപ്പോൾ ഇവിടെ ലോത്ത് നീരോട്ടമുള്ളത് തിരഞ്ഞെടുത്തു, നന്മയായി തിരഞ്ഞെടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണമേ. സ്തോത്രം. അബ്രഹാം ഒരിക്കൽ പറഞ്ഞു, സോദോമിലെ രാജാക്കന്മാരെയൊക്കെ ജയിച്ചു വരുമ്പോൾ പറഞ്ഞു, അവർ പറഞ്ഞ് എല്ലാം എടുത്തോളാൻ. അപ്പോൾ അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ ചെരുപ്പിൻ്റെ വാറാകട്ടെ, ഒരു ചരടാകട്ടെ എനിക്ക് വേണ്ട. കാരണം തന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ സമ്പന്നനാക്കിയെന്ന് പറയും. ഇന്ന് രാത്രി ഞാനൊരു ദൂതായിട്ട് പറയട്ടെ, ദൈവത്തിന് നമ്മുടെ ഞെരുക്കം മാറ്റാൻ കഴിയും. ദൈവത്തിന് നമ്മെ വിശാലതയിലേക്ക് വരുത്താൻ കഴിയും. ദൈവത്തിന് നമ്മെ വിടുവിപ്പാൻ കഴിയും. ഇന്നത്തെ ഞെരുക്കം മാറും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇന്നത്തെ ഞെരുക്കം മാറും. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ടത് മാറുമെന്ന്? അതങ്ങ് വിശ്വസിക്കണം. നമ്മൾ കണ്ടുകൊണ്ടല്ല, അതങ്ങ് മാറും. ഈ അധ്വാനം മാറും. ഹല്ലേലൂയ. ഈ പ്രയാസം മാറും. കർത്താവിന് മാറ്റാൻ കഴിയും. കർത്താവിൻ്റെ പ്രവൃത്തി 1 മണിക്കൂർ കൊണ്ട് ഇത് നശിപ്പിച്ചെങ്കിൽ കർത്താവിൻ്റെ പ്രവൃത്തി, സ്തോത്രം, ഹല്ലേലൂയ, വലിയ പ്രവൃത്തി കർത്താവിന് ചെയ്യാൻ കഴിയും. ഞാൻ എവിടെയോ പ്രസംഗിച്ച് കേട്ടതാ. ഞാൻ ഇവിടെ ഒരിക്കൽ പറഞ്ഞതാ. ഒരു പാവപ്പെട്ട മനുഷ്യൻ കല്ല് വെട്ടുന്ന പണിയാ പള്ളി. കല്ല് വെട്ടുക, മഴുകൊണ്ട് കല്ല് വെട്ടും. അദ്ദേഹം ഒരു പെര പണിയാൻ വേണ്ടി അദ്ദേഹം കുറച്ച് കല്ല് വെച്ച് കൂലിപ്പണിക്ക് പോവുക. എന്നിട്ട് സമയം കിട്ടുമ്പോൾ വെട്ടി വെക്കും. അദ്ദേഹം അവിടെ കുറേ കല്ല് വെട്ടി കഴിച്ച് കഴിഞ്ഞപ്പം അടുത്തൊരു പെരയ്ക്ക് കല്ല് തികയാതെ വന്നു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ആ ചേട്ടൻ അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്, ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ ചെന്നു ചോദിച്ചു, അമ്മ കല്ല് തന്നേക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം കൊടുത്തു. പുള്ളി വിചാരിച്ച് ഇനി എനിക്ക് വെട്ടി വെക്കാമല്ലോ എന്ന്. അദ്ദേഹം വീണ്ടും കല്ല് വെട്ടി വെച്ചു. അവസാനം അത് വെട്ടി വെച്ചപ്പോഴും ആരാണ്ട് വന്നു, അത് കൊടുത്തു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് ദൈവം തുറക്കുന്നൊരു വഴിയാണെന്ന്. അവസാനം ചുരുക്കി പറഞ്ഞാൽ തുടങ്ങി അദ്ദേഹം കല്ലിൻ്റെ വലിയൊരു മട ആരംഭിച്ചു. അദ്ദേഹത്തിനെ മാനിക്കാൻ കഴിഞ്ഞായിട്ട് ഞാൻ വായിച്ചതാണോ പ്രസംഗിച്ച് കേട്ടതാണ്, ഞാൻ കുറേ നാൾ മുമ്പ് കേട്ടായിരുന്നു. അദ്ദേഹം അവിടെ തൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ കൂലിപ്പണി കഴിഞ്ഞ് വെട്ടാൻ തുടങ്ങിയതാണ്. ആ ചെറിയ സംരംഭം തുടങ്ങി അദ്ദേഹം എന്ത് ചെയ്തു, വേറെ ആളുകളെ വെച്ച് വെട്ടിക്കാൻ തുടങ്ങി, ട്രോളി കൊണ്ടുവരാൻ തുടങ്ങി, വലിയൊരു വ്യവസായമായിട്ട് മാറി. ദൈവത്തെ വിളിക്കുന്നവനായിരുന്നു കേട്ടോ അവൻ. അപ്പോൾ ആ ചെറിയ പരിപാടിയിൽ നിന്ന് ദൈവത്തിന് ഉയർത്താൻ കഴിയുമെങ്കിൽ നമ്മളെയും ചെറിയ പരിപാടിയിൽ നിന്ന് ദൈവത്തിന് ഉയർത്താൻ കഴിയും. നമ്മുടെ ദൈവം സമ്പന്നനാ. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് ഉയർത്താൻ കഴിയും. അവൻ്റെ കൈക്കീഴിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? താണിരിക്കണം. നമ്മൾ മത്സരിച്ചാൽ യാതൊരു കാര്യവുമില്ല കേട്ടോ. നമ്മൾ മത്സരിച്ചിരുന്നാൽ ഒരിക്കലും നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയത്തില്ല. നമ്മൾ മത്സരിച്ചാൽ നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയത്തില്ല. അവൻ്റെ കൈക്കീഴിൽ താണിരിക്കണം. അവൻ്റെ ആലോചനയ്ക്ക് താണിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നനീഷ് കാവാലം പ്രസംഗിക്കുന്നത് കേട്ടു. ഇപ്പം മക്കൾ അപ്പനെ വിളിക്കുന്ന അളിയാന്നാണ്. അളിയ എങ്ങനെ ഇരുണ്ടെന്ന് അപ്പനോട്. അത് ഭയങ്കര രസമായിപ്പോയി ആ പ്രസംഗം കേട്ടപ്പോൾ. അനീഷിൻ്റെ കാവാലത്തിൻ്റെ പ്രസംഗമല്ലേ, അപ്പനെ അളിയാന്ന് വിളിക്കുക. അപ്പോൾ ആ അപ്പനും തിരിച്ച് മോനെ അളിയാന്ന് വിളിക്കുവാന്ന്. അങ്ങനത്തെ ഒരു കാലത്തിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇന്ന് ദൈവഭയമില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, പ്രായമുള്ള ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പെണ്ണുങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കുവാണെങ്കിൽ അവർ എഴുന്നേക്കണം. അത് ഞങ്ങൾക്ക് തന്നെ സമത്വമാണെന്ന് പറഞ്ഞതിൽ കാര്യമൊന്നുമില്ല. ദൈവം അനുഗ്രഹിക്കാനുള്ളൊരു പദ്ധതിയാണ്. ഇതൊക്കെ പ്രമാണമാണോ എന്ന് ചോദിച്ചാൽ സ്തോത്രം, ദൈവം അനുഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ കുടുംബങ്ങളിൽ പണ്ടുണ്ടായിരുന്നത്. ഹല്ലേലൂയ. പണ്ടുണ്ടായിരുന്ന അങ്ങനല്ലേ. സ്തോത്രം. ചിലർ കാലുമേ കാല് കയറ്റി വെച്ചേ ഇരിക്കത്തുള്ളൂ, അനങ്ങത്തില്ല. ഇപ്പോൾ സമത്വമാണെന്നാണ് പറയുന്നത്. നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ ചിലയിടത്തൊക്കെ നമ്മൾ താണ് കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ.
കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഒരു വീട്ടിലേക്ക് ചെന്നാൽ നിങ്ങൾ ആ വീട്ടിന് സമാധാനമെന്ന് പറയണം. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ ആ അനുഗ്രഹം അവൻ്റെ മേൽ വരും. ഇല്ലെങ്കിൽ എന്താ എഴുതിയേക്കുന്നത്? മടങ്ങി നമ്മിലേക്ക് തന്നെ വരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളതിന് വിധേയപ്പെടുത്തി കൊടുക്കണം. സ്തോത്രം. മടങ്ങി വരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ പുക 18 വെളിപ്പാട് തന്നെ താഴോട്ട് വായിച്ചു. അവരുടെ ദഹനത്തിന്റെ പുക കാണും. ദഹനത്തിന്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്ക് എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. സ്വർഗമേ, വിശുദ്ധന്മാരും അവര് നിലവിളിച്ചെന്നുള്ളത് ശരിയാ. ഹല്ലേലൂയ. അവരിപ്പോൾ എന്നാ ചെയ്തേക്കുന്നേ? തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് എന്ത് ചെയ്യും? അയ്യോ 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 എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അനുഗ്രഹം ഉണ്ടാകത്തില്ല. എന്ത് ചെയ്യണമെന്നറിയാം? ആ കൂട്ടത്തിലൊന്ന് മാനസാന്തരപ്പെടണമായിരുന്നു. നിലവിളിക്കാൻ ആർക്കും കഴിയും. നിലവിളിച്ചത് കൊണ്ട് കാര്യമില്ല. നിലവിളിച്ചാൽ നമ്മൾ വിചാരിക്കും എല്ലാം പോയിൻ്റ് ദൈവം അങ്ങ് കട്ടുന്ന. ഹല്ലേലൂയ. ആ നിലവിളിയുടെ ഉള്ളിൽ ഒരു മാനസാന്തരം വേണം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? വെറുതെ നിലവിളിച്ചുകൊണ്ട് കാര്യമില്ല. നിലവിളിയുടെ പുറകിൽ ഒരു മാനസാന്തരം വേണം. യോനായുടെ പുസ്തകം എന്നെടുത്ത് 3-ാം അധ്യായം 6 വാക്യങ്ങൾ. യോനായുടെ പുസ്തകം 3-ാം അധ്യായം 6 വാക്യങ്ങൾ. ഇവർ കരഞ്ഞെന്നുള്ളത് ശരിയാ. നമുക്കൊരു മറുപടി കരഞ്ഞെന്നോർത്ത് കിട്ടത്തില്ല കേട്ടോ. ആ കരച്ചിലിൻ്റെ പുറകിൽ ഒരു മാനസാന്തരം വേണം. ഹല്ലേലൂയ. കരച്ചിലിൻ്റെ പുറകിൽ ഒരു മാനസാന്തരം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി, കരുണയുണ്ടാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ കരുണയുണ്ടാകണമെങ്കിൽ കരച്ചിൽ കൊണ്ട് മാത്രം കാര്യമില്ല, ഉപവാസം കൊണ്ട് മാത്രം കാര്യമില്ല. അതിൻ്റെ പിമ്പിൽ ഒരു മാനസാന്തരം വേണം. നമ്മൾ പറയും, ഞാൻ 21 ദിവസം ഉപവാസം എടുത്തു, നീ അത്രയും പട്ടിണി ഇരുന്നെന്നുള്ളതേ ഉള്ളൂ, ഒരു പ്രയോജനവും ഇല്ല. ഇന്നത്തെ ഉപവാസങ്ങൾക്കൊന്നും വലിയ പ്രയോജനമോ മറുപടിയോ ഒന്നും കിട്ടത്തില്ല. കാരണം അതെല്ലാം പേരെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഉപവാസമാണ്. ഉപവാസത്തിന് ആ വലിയ വീരശൂര പരാക്രമികളുടെ ബോർഡും ഒക്കെ വെച്ച് എന്തു ചെയ്യും? വലിയ പരിപാടികളൊക്കെ നടത്തിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഉപവാസം, കർത്താവ് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവിനോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയിൽ എന്താ ഈ കാലങ്ങളിൽ നടക്കുന്നത്? എല്ലാവരും യാന്ത്രികമായിട്ട് അങ്ങ് പോയി 2 പാട്ട് ഇത് കഴിഞ്ഞ് അവസാനം 1 മണിയാകുമ്പോഴത്തേക്ക് അവസാനിപ്പിച്ചു. സ്തോത്രം. വരുന്ന ആളാരും ഉപവസിക്കത്തില്ല, ഉപവസിക്കാൻ പറ്റത്തുമില്ല. വരുന്ന ആളും വീട്ടുകാരും ഉപവസിക്കത്തില്ല. പിന്നെ ഇപ്പോൾ പ്രഷറും ഷുഗറും എല്ലാം ഉള്ളവരാണ്. അപ്പോൾ അവരും ഉപവസിക്കത്തില്ല. പേരെന്താണ്? ഉപവാസം. നമ്മുടെ സന്തോഷം എന്താണ്? ഞങ്ങൾ ഒരു വലിയ ഉപവാസ പ്രാർത്ഥന നടത്തി. സ്തോത്രം. ആർക്ക് ഭേദം? ശുശ്രൂഷന്മാർക്കൊക്കെ കാശ് കിട്ടി അവർ പോയെന്നുള്ളതല്ല വല്ല കാര്യമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇവിടുത്തെ ഉപവാസം യോനായുടെ പുസ്തകം 3-ാം അധ്യായം 6 മുതൽ വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കൽ എത്തിയാറേ. ഈ യോനായുടെ പ്രസംഗം കേട്ടത് ഇനി 40 ദിവസം കഴിഞ്ഞ് ഈ പ്രദേശത്തെ നശിപ്പിക്കുമെന്ന് യോന എന്ത് ചെയ്തു? പ്രസംഗിച്ചു. വർത്തമാനം എവിടെ ചെന്നു? നിനവേ രാജാവിൻ്റെ അടുക്കൽ ചെന്നു. ഇങ്ങനെ ഒരുത്തൻ പ്രസംഗിക്കുന്നുണ്ട്. നിനവേ രാജാവിൻ്റെ അടുക്കൽ ചെന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഒരുത്തൻ പ്രസംഗിക്കുന്നുണ്ട്. അടുത്തത് എത്തിയാറേ. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. മാനസാന്തരത്തിന്റെ അനുഭവം കണ്ടോ? അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഈ സിംഹാസനം എന്ന് പറയുന്നതിൽ എത്ര വലിയ പാസ്റ്ററാന്ന് പറഞ്ഞാലും ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇച്ചിരി വെള്ളം എടുത്തു കൊടുത്തെന്നോർത്ത് അവൻ്റെ സ്ഥാനമൊന്നും പോകത്തില്ല, ഞാൻ ഉൾപ്പെടെ. ഇപ്പോൾ ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവർക്ക് തൊണ്ട ഇടറിയ ഒരു ഇച്ചിരി വെള്ളം എടുത്തു കൊടുത്തെന്നോർത്ത് പദവിയെല്ലാം പോവുമോ? സ്തോത്രം. പോകത്തില്ല. സ്തോത്രം. ഞങ്ങളെപ്പോലുള്ള ഒരു കൈ ഇങ്ങനെ കാണിക്കും. ഇതൊന്നും ശരിയായ കാര്യം നമ്മളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. നമുക്കിതിനകത്തൊക്കെ ഒരു മാനസാന്തരം വേണം. ഹല്ലേലൂയ. രാജാവിന് വേണേ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേക്കേണ്ട കാര്യമുണ്ടോ? അവിടെ നിന്ന് തന്നെ ഒരു അഞ്ചലോട്ടക്കാരൻ്റെ കൈ കൊടുത്താൽ മതി. ഒരാജ്ഞ എടുത്ത് താളിയോല പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും തോലിൽ എഴുതി ചുരുള് എഴുതി വിട്ടാൽ മതി. അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് എന്ത് ചെയ്തു? എഴുന്നേറ്റു. അപ്പം തന്നെ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയുമോ?
നമ്മൾ ചില മനോഭാവത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനാണ് ഇങ്ങനാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം. മനോഭാവത്തിൽ നമ്മൾ പൊങ്ങിയിരിക്കുന്ന ആളുകളുണ്ട്. നമുക്കൊരു താഴ്മയില്ലെങ്കിൽ യാതൊരു രക്ഷയുണ്ടാകത്തില്ല. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു താഴ്മ വേണം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലൊരു താഴ്മ വേണം, എങ്കിലേ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. അടുത്തത് രാജവസ്ത്രം നീക്കി വെച്ചു. രാജവസ്ത്രം നീക്കി. സ്തോത്രം. മാനസാന്തരത്തിൻ്റെ കാര്യം കണ്ടോ? രാജവസ്ത്രം നീക്കി. സ്തോത്രം. ഹല്ലേലൂയ. രാജവസ്ത്രം നീക്കി. അടുത്തത് പുതച്ച് വെണ്ണീരിലിരുന്നു. രട്ട് പുതച്ച്. രട്ടെന്ന് പറയുമ്പോൾ ചണമാ, ചാക്ക്. ഇപ്പം രാജവസ്ത്രം മാറ്റി വെച്ച് ഇപ്പം രാജാവ് ഉടുത്തേക്കുന്ന എന്തിനാ? ഒന്നാലോചിച്ച് മാനസാന്തരത്തിൻ്റെ പ്രതിഫലം പുറത്തോട്ട് വരുന്ന കണ്ടോ? ഹല്ലേലൂയ. രട്ട് പുതച്ചെന്ന് എന്നുവെച്ചാൽ രാജവസ്ത്രം, നേർമമായ വസ്ത്രം മാറ്റി ചണം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് എവിടെ ഇരുന്നത്? വെണ്ണീരെന്ന് പറയുമ്പോൾ ചാരത്തിലിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ കൂടുതൽ അവന് സ്തോത്രം താഴ്മ കാണിപ്പാനില്ല. അവൻ ചാരത്തിലിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് അനുദപിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ചാരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വസ്ഥത ഉണ്ടാകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. എവിടെയെങ്കിലും മുറിവോ ചൊറിച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം നീറും. അതവിടെ അവരെ ചാരത്തിലിരിക്കുക അദ്ദേഹം. അപ്പോൾ അടുത്തത് അവൻ നിനവേലെങ്ങും ഘോഷിച്ച് പരസ്യമാക്കിയത്. എന്നിട്ട് അവൻ ഘോഷിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയ്കയും വെള്ളം കുടിക്കുകയും അരുത്. കന്നുകാലികളോ ആടുകളോ എന്ത് ചെയ്യരുത്? വെള്ളം കുടിക്കരുതെന്ന്. മനുഷ്യർ മാത്രമല്ല, രാജാവിൻ്റെ കൽപ്പനയാ. രാജാവ് കൽപ്പിച്ചിട്ട് ആരെങ്കിലും ആടിന് വെള്ളം കൊണ്ട് പോന്നയാൽ അവൻ്റെ തല കാണുകയില്ല. രാജാവ് കൽപ്പിച്ചിട്ട് ആരെങ്കിലും പശുവിനെ പാടത്ത് തീറ്റുവാണെങ്കിൽ അവൻ്റെ തല കാണുകയില്ല. കാരണം രാജാവ് കൽപ്പിച്ചേക്കുക ആടും കന്നുകാലിയും ഒന്നും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാം നിലവിളിക്കട്ടെന്ന്. ഒരു ദിവസം ആടിന് വെള്ളം കൊടുക്കാതിരുന്നാലത്തെ സ്ഥിതി നമ്മൾ ആട് വളർത്തി നമുക്ക് പരിചയമുള്ള ആളുകൾക്കറിയാം. ഒരു ദിവസം ആടിനോ കന്നുകാലിയൊക്കെ പിന്നെ മേന്നൊരൊച്ച കേൾക്കത്തുള്ളൂ, വാ അടയ്ക്കാതെ. അങ്ങനെങ്കിൽ 3 ദിവസം തീറ്റയും വെള്ളവും ഇല്ലാതെ ഇതിൻ്റെ ശബ്ദമെല്ലാം സ്വർഗത്തിലേക്ക് ഉയരുക. ഒന്നും തീറ്റയും വെള്ളവും ഒന്നും കൊടുക്കാതെ താഴോട്ട് വായിച്ചേ. മേഘയും വെള്ളം കുടിക്കുകയും അരുത്, മനുഷ്യനും മൃഗവും രട്ട് പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഉച്ചത്തിൽ ദൈവത്തോട് എന്ത് ചെയ്യണം? വിളിച്ച് അപേക്ഷിക്കണം. രട്ട് പുതച്ച്. ഹല്ലേലൂയ. രട്ട് പുതച്ച്. അത് ഞാൻ പറഞ്ഞ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കണം. ആ പ്രാർത്ഥനയിലൊരു അനുതാപം ഉണ്ടാകണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിലൊരു അനുതാപം ഉണ്ടാകണം. അവർ രട്ട് പുതച്ച് എന്ത് ചെയ്യണം? ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗം. അവരവർക്ക് അറിയാവുള്ള അവരവരുടെ കയ്യിലുള്ള ദുർമാർഗം ഓരോരുത്തൻ അത് വിട്ടുകളയണം. ഹല്ലേലൂയ. ഓരോരുത്തൻ നമ്മളിൽ എന്തെങ്കിലും പോരായ്കയുണ്ടെങ്കിൽ അത് വിട്ടുകളയണം. ദൈവം തമ്പുരാൻ മുഴുവൻ കണ്ടുകൊണ്ടായിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമുക്കറിയാവുന്ന പോലെ നമ്മൾ നീതീകരിക്കുമ്പോൾ നമുക്ക് നീതീകരിക്കാൻ പറ്റും. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധി നീതീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾ കോരിന്ത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഒരുത്തൻ പണിയുന്ന വൈക്കോല് പുല്ല് എന്ന് വെച്ച് പണിതാൽ തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? കത്തിപ്പോകും. നമുക്ക് പലതും നീതീകരിക്കാനുണ്ട്. ഹല്ലേലൂയ. പലതും നീതീകരിക്കാനുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ ആയെങ്കിൽ മാത്രമേ അനുഗ്രഹം നമുക്ക് ലഭിക്കത്തുള്ളൂ. സ്തോത്രം. താഴോട്ട് വായിച്ചു. ഓരോരുത്തൻ കൈക്കിലുള്ള സാഹസവും വിട്ട്. ഓരോരുത്തരും ഒന്നുകൂടെ വാക്യം വായിച്ച നമ്മള്. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസം. അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ ആവശ്യത്തിന് എന്തുണ്ട്? സാഹസമുണ്ട്. നമ്മൾ പരിശോധിക്കണം നമ്മുടെ കയ്യിലുണ്ട് ആ സാഹസം ഉണ്ടെന്നുള്ളത്. ഞാനും പരിശോധിക്കണം, നിങ്ങളും പരിശോധിക്കണം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാഹസം ഉണ്ടെങ്കിൽ സ്തോത്രം, അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയണം, അത് വിട്ടുകളയണം. പിന്നെ ആ സാഹസം വെച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല, ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഓരോരുത്തൻ, പരിശുദ്ധാത്മാവ് വ്യക്തമായ കാര്യം എഴുതിയേക്കുക, ഓരോരുത്തൻ താന്താൻ്റെ കയ്യിലുള്ള ദുർമാർഗവും സാഹസവും വിട്ടുകളഞ്ഞ് മനം തിരികെയും വേണം. പ്രിയമുള്ളവർ, ഞാനൊരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ. നമ്മുടെ ഉള്ളിൽ ഉന്നത ഭാവങ്ങൾ കൊള്ളുകയില്ല. ഉന്നത ഭാവം വന്നാൽ ദൈവത്തിന് നമ്മെ സഹിക്കാൻ കഴിയത്തില്ല.
ഹല്ലേലൂയ. ഉന്നത ഭാവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, നമ്മൾ പണ്ട് പഴയ കാലത്ത് അമ്മച്ചനും അമ്മച്ചിമാരും പറയല്ലോ, താണ നിലത്തെ നീരോടു അവിടെ ദൈവം തുണയുള്ളൂ എന്ന് അങ്ങനെ പറയാം. അതൊക്കെ ഇടയ്ക്ക് പിള്ളേരോട് പറയണം കേട്ടോ. അതൊക്കെ ഈ പറച്ചിലെല്ലാം അടുത്ത തലമുറയ്ക്ക് ഇല്ലാതായി പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് പറയുന്നത്, എനിക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ പറയും. കാരണം പഴയ ആളുകൾ പറയുന്നത് താണ നിലത്തെ നീരോടു, ആരോ കവിയോ ആരാണ്ട് എഴുതി വച്ചേക്കുന്ന, അവിടെ താണ നിലത്തെ നീരോടു. നീരോടണമെങ്കിൽ ഇപ്പോൾ സിന്ധു നദി കരാറ് പിൻവലിക്കുക, ഇന്ത്യ പിൻവലിച്ചെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യയിൽ ഈ വെള്ളം താഴോട്ട് പോകാതെ എന്തോ ചെയ്യും, ഇത് പാകിസ്ഥാനിലോട്ട് തന്നെ പോകത്തുള്ളൂ. ഇല്ലേ അതുപോലുള്ള അണക്കെട്ട് കെട്ടണം. അങ്ങനെ കെട്ടാൻ പറ്റത്തില്ല. താഴെയുള്ള ജനങ്ങളുടെ വെള്ളം, അപ്പോൾ ലോകം ഇടപെടും. ഈ നദിയെല്ലാം കൂടി ഇന്ത്യയിൽ കൂടെ ഒഴുകി പോകുന്ന നദി ഇവിടെ എല്ലാം കൂടെ കെട്ടി നിർത്തി താഴോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ ആയിരക്കണക്കിന് മൈൽ ദൂരമാണ് പാകിസ്ഥാനിൻ്റെ വെള്ളം കുടിക്കുന്ന ഇതാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നീരെങ്ങോട്ടേ ഓടുള്ളൂ, താണ നിലത്തോട്ടേ എന്ത് ചെയ്യത്തുള്ളൂ, ഓടത്തുള്ളൂ. അത് മുകളിലോട്ട് ഓടത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് കരുണ ചെയ്യണമെങ്കിൽ നമ്മൾ താണു കൊടുക്കേണ്ടടുത്ത് താണു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ശ്രദ്ധിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. വായിച്ചോ മോളെ. മനം തിരികെയും വേണം. ദൈവം വീണ്ടും അനുതപിച്ച് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന്, ദൈവം അനുതപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം? പുള്ളി പറഞ്ഞത് നമുക്കൊരു നിശ്ചയമില്ല. നമുക്ക് ഏതായാലും ഒന്ന് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അടുത്തത്, അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ. ദൈവം, പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത് കണ്ടോ? ദൈവം അവരുടെ വാക്കിനാൽ കണ്ടെന്നല്ല, അവരുടെ സാക്ഷ്യത്താൽ അറിഞ്ഞെന്നല്ല, അവരുടെ പ്രവൃത്തികളാൽ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് നമ്മൾ വിട്ടുകളഞ്ഞിരിക്കണം. പിന്നെ നമ്മളിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ ആളുകൾ ഉപദ്രവിച്ചിട്ടുള്ളതുപോലെ, ഒരുമാതിരിപ്പെട്ട ഉപദേശം എന്നുവെച്ചാൽ ദേഹോപദ്രവമല്ല, അതുപോലെ കാര്യങ്ങൾ എന്നെ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ കാര്യങ്ങൾ ഈ സ്ഥാനം വരെ വരുന്നപ്പോഴത്തേക്ക് ഇതിനുള്ളിൽ പരസ്യമായി പറയുന്നതിന് കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ജനറൽ ബോഡി നടക്കുമ്പോൾ തുരുതുര ഫോൺ പോകുമായിരുന്നു, ഒരൗദ്യോഗിക സ്ഥാനത്തും നമ്മളെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി, ഒരൗദ്യോഗിക സ്ഥാനത്തും വരാതിരിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള പണികളെല്ലാം ഞാൻ കണ്ടുവന്നതാണ്. പക്ഷേ സ്തോത്രം, ദൈവത്തിന് ഒരുത്തൻ്റെ മേലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ആരെതിർത്താലും അത് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കയ്യിലെ സാഹസം, വിശ്വാസികളാണെന്ന് പറഞ്ഞാലും കയ്യിലെ സാഹസം, പാനൽ കളി, ഇനിയൊക്കെ നമ്മുടെ ഞരമ്പൊടികളൊക്കെ വരാൻ പോവുക. പാനൽ കളി, രാത്രി ഫോൺ വിളി, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. സ്തോത്രം, ഇതെല്ലാം കാണുന്ന ഒരുത്തനുണ്ട്. അവരുടെ കയ്യിലെ സാഹസവും. അടുത്തത്, താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയുമില്ല. കർത്താവിന് മനസ്സിലായി, ദൈവം മനസ്സിലാക്കി അവരുടെ കയ്യിലെ സാഹസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പലയിടങ്ങളിലും ഒരു ദൈവദാസന് മറ്റൊരു ദൈവദാസനെ കാണാൻ താല്പര്യമില്ല. ഒരു ദൈവദാസന് മറ്റൊരു ദൈവദാസനെ കാണാൻ ഇഷ്ടമില്ല. അപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ആ ഇഷ്ടമില്ലാത്ത പാസ്റ്റർ ചെല്ലുന്ന സ്വർഗത്തിലേക്ക് ഈ പുള്ളിക്ക് ചെല്ലാൻ പറ്റുമോ? അപ്പോൾ അവിടെയും ഈ പുള്ളിക്ക് ചെല്ലാൻ പറ്റുമോ? മറ്റവൻ അവിടെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഈ പുള്ളിക്ക് ചെല്ലാൻ പറ്റുമോ? സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാവരോടും കരുണയാണ് കേട്ടോ. ഒരു പാസ്റ്ററുടെ സൈഡല്ല ദൈവം, ഒരു വിശ്വാസിയുടെ സൈഡല്ല ദൈവം. സകല മനുഷ്യരുടെയോടും അവന് കൃപ തോന്നുന്ന നമ്മുടെ ദൈവം. ഇവിടെ മഴ പെയ്യിക്കുന്ന ആർക്കാ? സകലർക്കും വേണ്ടി മഴ പെയ്യിക്കുക, സകല ആളുകൾക്കും വേണ്ടി അവൻ മഴ പെയ്യിക്കുക. നീതിമാന്മാർക്ക് വേണ്ടി മാത്രമല്ല, നീതി കെട്ടവർക്ക് വേണ്ടി മഴ പെയ്യിച്ചു കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സിലാക്കണം, അവനെ അറിയണം, ഉള്ളതുപോലെ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്തോത്രം, നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരപ്പെടാതെ ഞാൻ പിടിച്ച മുയലിന് കൊമ്പുണ്ട്, 2 കൊമ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ പറയുന്ന ശരി, എനിക്കും തോന്നുക ഞാൻ പറയുന്ന ശരിയെന്ന് തോന്നുന്നതല്ല. ദൈവം തമ്പുരാൻ ഉള്ളതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ഇവരിവിടെ കരഞ്ഞു. നമ്മൾ വായിച്ചത് എന്താ? അവർ തലയിൽ പൂഴി വാരിയിട്ട് കൊണ്ട് കരഞ്ഞു.
അയ്യോ കഷ്ടമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അവർ മാനസാന്തരപ്പെട്ടില്ല. സ്തോത്രം. താഴോട്ട് വായിച്ചമ്മള് 18. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട്. സ്തോത്രം. അതാ ഞാൻ പറഞ്ഞത്. ദൈവം ഈ അപ്പോസ്തലന്മാരെയും ദൈവജനത്തെ എല്ലാം ഇവർ ഉപദ്രവിച്ചവരാ. ദൈവം അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നൊരു സമയമുണ്ട്. ഏത് ദൈവമക്കളെ ആരുപദ്രവിച്ചാലും ദൈവം പകരം ചെയ്യും. ഏത് ദൈവമക്കൾ, അത് പാസ്റ്റർ ആയിക്കോട്ടെ, വിശ്വാസി ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, കർത്താവിന് അങ്ങനെ ഇല്ല. പാസ്റ്ററും വിശ്വാസി എന്നൊന്നുമില്ല. കർത്താവിനെല്ലാവരും, നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗമാണ്. ഏതെങ്കിലും ഒരു ദൈവമക്കളെ നാം കരയിച്ചാൽ, ഏതെങ്കിലും ഒരു ദൈവമക്കളെ നാം വേദനിപ്പിച്ചാൽ, ഏതെങ്കിലും ഒരു ദൈവമക്കളെ നാം ഉപദ്രവിച്ചാൽ, സ്തോത്രം, ഏതെങ്കിലും ദൈവമക്കളെക്കുറിച്ച് നാം അപവാദം പറഞ്ഞാൽ, നമ്മുടെ ഭാവനയെന്ന് പറയുന്നതല്ല കേട്ടോ, അപവാദം പറഞ്ഞാൽ ദൈവം തമ്പുരാൻ അത് കൃത്യമായിട്ട് അതിനെ ശിക്ഷിക്കും. ഇവിടെ എഴുതിയിരിക്കുക. ഇതിൻ്റെ കാരണം എന്നാ? സ്വർഗമേ സന്തോഷിക്കാൻ. അടുത്തത്, സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തി. ദൈവം അവൾക്ക് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രതികാരം നടത്തും. അടുത്തത്, നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. ഏതാ? ബാബേലിന്റെ നാശത്തെ ചൊല്ലി ആനന്ദിപ്പിൻ. അടുത്തത് വായിച്ചോ. പിന്നെ ശക്തനായൊരു ദൂതൻ തിരിക്കല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോട് എറിഞ്ഞു കളയും. പ്രൈസ് ദി ലോർഡ്. അതിനൊന്നും വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. ഒരു ദൂതൻ ഒരു തിരികല്ലെടുത്ത്, എന്ന് വെച്ചാൽ ആട്ടുന്ന തിരികല്ലെടുത്ത് സമുദ്രത്തിലേക്ക് എറിയുക. അതുപോലെ ബാബിലോണിനെ എറിഞ്ഞു കളയും. ഇനി അതിനെ കാണുകയില്ല. ഇനി അതിനെ കാണുകയില്ല. വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനി കേൾക്കയില്ല. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയും നിന്നിൽ ഇനി കാണുകയില്ല. തിരിക്കലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കയില്ല. വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കയില്ല. മണവാളന്റെയും മണവാട്ടിയുടെയും. ഇവരുടെ കുഴപ്പം എന്നാന്നറിയാമോ? ഇവർക്ക് പണം ദൈവമായിട്ട് മാറിയായിരുന്നു. അവരുടെ വ്യാപാരത്തിൻ്റെയും അവരുടെ ആ കാര്യങ്ങൾ, അത് പണമെല്ലാം ദൈവമായി മാറി. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ലയോ ധനവാന്മാരെ, അവിടെ എഴുതിയിരിക്കുക, യാക്കോബ് പുസ്തകം പറയുക, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവീൻ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവീൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ധനവാന്മാർക്കൊക്കെ എങ്ങനെ സ്വത്തുണ്ടാകുന്നത്? മറ്റുള്ളവരെ പീഡിപ്പിച്ചാ, അല്ലാതെ വെറുതെ സ്വത്തുണ്ടാകത്തില്ല. സ്വത്തുണ്ടാകണമെങ്കിൽ ഏതെങ്കിലും തൊഴിലാളികളെയൊക്കെ പീഡിപ്പിച്ചാലേ സ്വത്തുണ്ടാകത്തുള്ളൂ, അല്ലാതെ കാശൊന്നും ഉണ്ടാകത്തില്ല. കുടുംബസ്വത്താന്ന് പറഞ്ഞാലും ഇനി 100 ഏക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാലും അതിനകത്ത് കൃഷി ചെയ്ത് അതിന് മാത്രം കാശുണ്ടാകുമോ? ലേബർ ചാർജുമൊക്കെ കൊടുത്തേച്ച് ഒന്നും ഉണ്ടാകുകയില്ല, ന്യായമായിട്ടുണ്ടാകുകയില്ല. പക്ഷേ സ്തോത്രം, വേലക്കാരൻ്റെ കൂലി പഠിച്ചാലോ? ആത്മീയ കോളത്തിലെ വലിയ ബിസിനസ്സുകാരുണ്ട്, ഭയങ്കരമായ സംഭാവനകളൊക്കെ പ്രസ്ഥാനത്തിന് കൊടുക്കും. പക്ഷേ അവരുടെ വേലക്കാർക്ക് അവർ കൂലി കൊടുക്കത്തില്ല. പ്രസ്ഥാനത്തിൽ പേരുണ്ട്, നല്ല സീറ്റുണ്ട് അവർക്ക്. പ്രസ്ഥാനത്തിൽ അദ്ദേഹം മഹാമനസ്കനാണ്, പ്രസ്ഥാനത്തിന് വേണ്ടി ലക്ഷങ്ങൾ കൊടുക്കും. അവരുടെ കമ്പനിയിലെ തൊഴിലാളികൾക്ക് ബോണസോ ഗ്രാറ്റുവിറ്റിയോ ഒന്നും കൊടുക്കത്തില്ല. അവർ കഷ്ടം കടിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ പലരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രസ്ഥാനത്തിൽ ഇഷ്ടം പോലെ കൊടുക്കും, പക്ഷെ അവരുടെ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കത്തില്ല. താഴോട്ട് വായിച്ച്, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടണം. എല്ലാ ധനവാന്മാരും അവരുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടണം. നമ്മൾ വിചാരിക്കരുത് ധനവാന്മാരെന്ന് പറഞ്ഞാൽ 10-15 ഷീറ്റ് കിട്ടുന്നവനോ, അല്ലെ 10-15 പേരെ കണ്ടമുള്ളവനോ, അല്ലെങ്കിൽ 2 വീടുള്ളവനോ ആ ധനവാനെ നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ധനവാന്മാരെ കണ്ടിട്ടില്ല. ഓരോ ധനവാന്റെയൊക്കെ വീടുകളിൽ നിന്ന് ട്രേഡ് ചെയ്ത് പിടിക്കുന്നത് 300 കോടി, 400 കോടി, 800 കോടിയാണ്. കോടിയെന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുണ്ട്. ഓരോ ധനവാന്മാരുടെ, രാഷ്ട്രീയക്കാരുടെ, ഇവരുടെയൊക്കെ വീടുകളിൽ നിന്ന് പിടിക്കുന്നത് അതുപോലെയാ. എവിടെ പിടിച്ചിട്ടാ അവിടെ ഇവിടെയും സ്വല്പം കിട്ടും, അത്രയേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് പറയുക, ധനവാന്മാരോട് പറയുക, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവീൻ. കർത്താവ് ധനവാന്റെ ലാസറേയും കാര്യം പഠിച്ചപ്പോഴും പറഞ്ഞൊരു ധനവാനെക്കുറിച്ച്, അവൻ ദിനം പ്രതി തിന്ന് സുഖിച്ച് ആഡംബരത്തോടെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു.
പക്ഷേ അവൻ പോയതെങ്ങോട്ടാ? യാതനാ സ്ഥലത്തേക്ക്. അവൻ്റെ ധനം ഇവിടുത്തെ ദൈവഭയമില്ലാത്ത ധനവാന്മാരെല്ലാവരും യാതനാ സ്ഥലത്തേക്കേ പോകത്തുള്ളൂ. ദൈവഭയമില്ലാത്ത എല്ലാ ധനവാന്മാരും ഇപ്പോൾ വലിയ വലിയ ടൂർ പാക്കേജായിട്ട് പോകുന്ന ആളുകളുണ്ട്. ടൂറിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ നിൻ്റെ വേലക്കാർക്ക് നീ കൂലി കൊടുക്കുന്നുണ്ടോ? നിൻ്റെ ആളുകൾക്ക് നീ ചെയ്യുന്നുണ്ടോ? അല്ലാതെ നീ ഇതെല്ലാം സംഭരിച്ച് ഇൻ്റർനാഷണൽ ടൂറായി ഇപ്പോൾ ആളുകളെല്ലാം. ഇപ്പം പണ്ട് നമ്മൾ മൂന്നാർ പോകുന്നതൊക്കെ ആയിരുന്നു ടൂറ്. ഇപ്പം അന്തസ്സുള്ള ഒരു വേൾഡ് ടൂറാണ് നടത്തുന്നത്, ലോകം മുഴുവൻ. ഈ തായ്ലൻഡോ സിംഗപ്പൂരോ ഒന്നുമല്ല, ലോകം മൊത്തം ഇപ്പോൾ നമുക്ക് ടൂറ് പോകാം. അതിൻ്റെ പാക്കേജുണ്ട്. ഹല്ലേലൂയ. ഞാനിതിനെതിര് ഇതൊക്കെ കേൾക്കുന്നവർ എൻ്റെ സ്വന്തക്കാരുമുണ്ട്, അവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. ടൂറ് പോകുന്നവനല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദൈവഭയമില്ലാതെ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഞാനല്ല പറഞ്ഞ, യാക്കോബസ്തോലും പറയാം, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറവിടി. താഴോട്ട് പറയുകയാണ്, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ, വായിച്ചേ, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു, വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചല്ലോ എന്ന്. അന്ന് നിലങ്ങളെ ഉള്ളൂ, വേറെ ഇൻഡസ്ട്രി ഒന്നുമില്ല അന്ന്. അങ്ങനെ എഴുതണമെങ്കിൽ അന്ന് ഇൻഡസ്ട്രി ഇല്ല, അവിടെ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. നിന്റെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ നീ കൂലി നീ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നെന്ന്. അടുത്തത്, കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ യഹോവ, കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ പൊന്ന് കറ പിടിച്ചു പോകും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ദ്രവ്യാഗ്രഹം വന്നും പണമാ വലുതെന്ന് നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് പണം വേണം, പണമില്ലാതെ പറ്റത്തില്ല. പണമല്ല വലുത്. വെളിപ്പാടിലേക്ക് മടങ്ങി വന്ന് വായിച്ച ആ ഭാഗം അങ്ങ് അവസാനിപ്പിച്ചേ. 18-ാം അധ്യായം. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരമിനിൽ നിന്ന് കേൾക്കയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്വക്കളായിരുന്നു. നിന്റെ ശുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. നിന്റെ ഈ ബിസിനസ് നടക്കാനുള്ള കാരണം എന്നാ? ശുദ്രം. നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പലയിടങ്ങളിലും, ഞാൻ പേരെടുത്ത് പറയുന്ന ബുദ്ധിമുട്ടാണ്, പലയിടങ്ങളിലും കച്ചവടക്കാരുടെ പരിപാടി എന്താ? മറ്റവൻ്റെ ഇത് നശിക്കാൻ വേണ്ടി ശുദ്രം ചെയ്യും. പേരെടുത്തൊന്നും പറയുന്നില്ല, നമ്മൾക്ക് കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എല്ലാവരും ഇവൻ്റെ കടയിലേ കയറാവുള്ളൂ. നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അതെങ്ങനാ? ശുദ്രത്താൽ. ഓരോരുത്തർ നശിച്ചു പോകാൻ ശുദ്രം ചെയ്യുന്നവരുണ്ട്, കുടുംബം നശിക്കാൻ ശുദ്രം ചെയ്യുന്നവരുണ്ട്. സ്തോത്രം. ഒരു ദൈവവൈതലാണെങ്കിൽ ആര് ശുദ്രം ചെയ്താലും അവനൊന്നും സംഭവിക്കത്തില്ല, അത് തിരിച്ചടിക്കും. അതുകൊണ്ടാണ് ദൈവമക്കളുടെ ബലം. ഞാനിവിടെ ചലഞ്ച് ചെയ്ത് പ്രസംഗിച്ചിട്ടുണ്ട്, ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാവുന്ന എന്ത് വേണേലും ചെയ്തോളാൻ. ഞാനിവിടെ വന്ന് താമസിക്കുമ്പോൾ ചെയ്യാവുന്ന എന്ത് വേണേലും ചെയ്തോ. അങ്ങനെ ആണെന്ന് എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്, ചെയ്യാവുന്നവർ ചെയ്തോ. കാരണം ശക്തനായവൻ നമ്മളോടുകൂടെയുണ്ട്. ഒരു ശുദ്രത്തിനോ ഒരാഭിചാരത്തിനോ ലക്ഷണവിദ്യയ്ക്കോ നമ്മളോട് അടുക്കാൻ കഴിയത്തില്ല. ആഭിചാരം ഇസ്രായേലിന് എന്ത് ചെയ്യത്തില്ല? ഫലിക്കയില്ല. നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ചില ആളുകൾക്ക് പേടിയാണ്. ചില ആളുകൾ ചില വീടുകളിൽ പോകത്തില്ല, അവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോയി കഴിച്ചാൽ ന്യായമായിട്ട് തന്നാലും കഴിക്കത്തില്ല, പേടിയാണ്. ശുദ്രം ചെയ്യുമോ? നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? സ്തോത്രം ചെയ്ത് എന്ത് ചെയ്യാം? സ്തോത്രം ചെയ്യുമ്പോൾ ഇതിനകത്തെ എല്ലാ അന്ധകാര ശക്തികളും എന്ത് ചെയ്യും? മാറും. സ്തോത്രം. ഇതൊക്കെ യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ. താഴോട്ട് വായിച്ച് അവസാനിപ്പിച്ച പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ, പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ കർത്താവ് അത് കുറിച്ചു വെക്കും. അതുകൊണ്ടാണ് ഭയത്തോടെ ദൈവത്തെ സേവിക്കാൻ പറയുന്നത്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി പോകണം നമ്മുടെ കിഴുമുറി സഭയിലെ ദൈവമക്കൾ. എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കി പോകണം. ഹല്ലേലൂയ. ചിലപ്പോൾ ബലഹീനന് തിരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, പക്ഷേ അവന് വേണ്ടി വാദിക്കുന്ന ഒരുവനുണ്ട്, ബലഹീനന് വേണ്ടി നിൽക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അത് മനസ്സിലാക്കണം. താഴോട്ട് വായിച്ചേ. അനന്തരം ഞാൻ സ്വർഗ്ഗത്തിൽ വലിയ, അത് 18-ാം അധ്യായം തീർത്താൽ മതി. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം. ഇനിയുള്ള ഒത്തിരി പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 19 കാര്യങ്ങൾ പറയാനുള്ളത്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുക. എല്ലാ അഹങ്കാരികളെയും എല്ലാ നെഗളികളെയും ദൈവം നിലംപരിചാക്കും. അതുകൊണ്ട് കർത്താവിനെ ഭയപ്പെടാം. കർത്താവ് വരാറായി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.